ഹായ് ഫ്രണ്ട്സ്, ഇത്തവണ ഞാൻ എത്തുന്നത് ഒരു പൂമാലയുമായിട്ടാണ്. പൂമാലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നോ, സൂചിയും വേണ്ട, നൂലും വേണ്ട, കുറച്ച് പൂക്കൾ കൊണ്ട് മാത്രമായിട്ടൊരു മാല ഉണ്ടാക്കുകയാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ കനകാമ്പരത്തിൻ്റെ പൂക്കളാണ്. നമുക്ക് കനകാമ്പരത്തിൻ്റെ പൂക്കൾ മാത്രമേ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എന്തെന്നോ, ഈ പൂക്കളുടെ പ്രത്യേകതയാണ് എതളുകളുടെ ക്രമീകരണം, ഈ നീണ്ട തണ്ട്, തുമ്പറ്റത്തുള്ള വെള്ള കളറ്. ഇതെങ്ങനെയെന്ന് നമുക്കിനി നോക്കാം. അത് നമ്മൾ ഓരോ പൂക്കൾ, ഒരു പൂക്കൾ ഇതാ എൻ്റെ ഇടത് കയ്യിൽ, അടുത്ത പൂവ് വലത് കയ്യിൽ ഇതാ കയറ്റി വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, പൂവിൻ്റെ എതളിൻ്റെ ഇതുണ്ട് കയറ്റി വെച്ചിരിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നത്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതാ ഇത്രയും തന്നെ കയറ്റി വെച്ചെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഇടത് കയ്യിൽ എടുത്തിരിക്കുന്ന പൂവ്, അതിൻ്റെ തണ്ട്, മുകളിലിരിക്കുന്നത് വലതുവശത്തെ പൂക്കൾ, ആ പൂവിൻ്റെ മുകളിലൂടെ മടക്കി ഇതാ താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇതാ അതേപടി മുകളിലേക്ക് കൊണ്ടുവരുന്നു. ഇതാ ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ എത്തിയിരിക്കുന്നു. അടുത്ത തണ്ട് വീണ്ടും എടുക്കുന്നു, അടുത്ത പൂവ് നമ്മൾ വീണ്ടും എടുക്കുന്നു. ഇതാ ഇത് മടക്കി വെച്ചതിൻ്റെ മുകളിലൂടെ വയ്ക്കുന്നു. അതിനുശേഷം ഈ പൊങ്ങി നിൽക്കുന്ന ഈ തണ്ടുണ്ടല്ലോ, അത് നമ്മൾ താഴോട്ട് മടക്കി ഇങ്ങനെ വെക്കുന്നു. കണ്ടോ? അതിനുശേഷം വീണ്ടും അടിയിൽ കിടന്ന ഒരു തണ്ടുണ്ടല്ലോ, അത് നമ്മൾ മുകളിലേക്ക് മടക്കി ഇങ്ങനെ വെക്കുന്നു. ഇത്രയും പഠിച്ചാൽ നമുക്ക് പൂമാല കെട്ടാം. തുടർന്ന് ഈ പ്രോസസ്സിങ് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഇടത് കയ്യിലൊരു പൂവ്, അതിനോട് ചേർന്ന് വലത് കയ്യിൽ മറ്റൊരു പൂവ്. മടക്കേണ്ട പൂവ് ഏതാണെന്ന് മനസ്സിലായല്ലോ? അടിയിലിരിക്കുന്ന പൂ മുകളിലൂടെ ഇതുണ്ടോ തണ്ട് മടക്കി വീണ്ടും അടിയിലൂടെ മാറ്റി മുകളിലേക്ക് എടുക്കുന്നു. അടുത്ത പൂ വീണ്ടും എടുത്തിരിക്കുന്നു. നമ്മൾ അടുത്ത പൂ ഇത്രയും കയറ്റി വയ്ക്കണം, എന്നാലും നമുക്ക് മടക്കാൻ സ്ഥലം കിട്ടുള്ളൂ. എടുത്തിട്ട് ഈ മുകളിലിരിക്കുന്ന തണ്ട് അടിയിലൂടെ വീണ്ടും മടക്കുന്നു. അടിയിലോട്ട് മടക്കി ഇതിങ്ങനെ വയ്ക്കുന്നു. വീണ്ടും ഈ തണ്ട്, അതായത് അടിയിലിരുന്ന തണ്ട് ഈ മുകളിലിരിക്കുന്നതിൻ്റെ ഇടയ്ക്കോട്ട് വയ്ക്കുന്നു. ഇനി നമ്മൾ ഇത് മനസ്സിലായില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. വീണ്ടും ഒരു വീഡിയോ കാണിച്ചു തരുന്നതാണ്. അല്ലെങ്കിൽ ഇത് സ്ലോ ആക്കി നമുക്ക് പല പ്രാവശ്യം ചെയ്ത് കാണിക്കാം. ഇത് ബാക്കിയും കൂടി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും. അടുത്ത പൂവും വെച്ചു. ഇത് കണ്ടോ, ഈ പൂ വെച്ചിട്ട് അതുപോലെ തന്നെ ഈ തണ്ട് ഇങ്ങനെ മടക്കുന്നു. ഇത് വീണ്ടും ഈ തണ്ട് ഇടയിലൂടെ കയറ്റി വിടുന്നു. ഇതുണ്ടോ? അപ്പോൾ ആ ഇടയിലൂടെ കയറ്റി വിട്ട് ഒരു തണ്ട് ഈ ബാക്ക് വശത്ത് വരുന്നു. അത് ക്രമമായിട്ട് വരുന്നു. ഇവിടെ പിന്നെ ഇതുപോലെ വരുന്നു. വീണ്ടും അതുപോലെ തന്നെ നമ്മൾ അടുത്ത പൂ ഇവിടെ വയ്ക്കുന്നു. നമ്മൾ പൂ വയ്ക്കുമ്പോൾ കയറ്റി തന്നെ വയ്ക്കണം. തണ്ടിന് ഇച്ചോടെ നീളമുണ്ടെങ്കിൽ ഇച്ചോടെ നീണ്ടിരിക്കും. അതിനുശേഷം ഈ തണ്ട് വീണ്ടും മടക്കി ഇങ്ങോട്ട് വയ്ക്കുന്നു. ഈ തണ്ടിന് അല്പം നീളം കുറവ്, നമുക്ക് വേറെ മാറ്റി വയ്ക്കാം. നീളം കുറവുള്ള തണ്ടുകളുള്ള പൂ വന്നാൽ നമുക്ക് ആ പൂ മാറ്റി നീളമുള്ള തണ്ടുള്ള പൂ തന്നെ വെച്ച് കൊടുക്കണം. എങ്കിലേ നമുക്കത് പൂമാലയ്ക്ക് ബലം കിട്ടുകയുള്ളൂ. കാരണം ഇത്ര മടക്കിയെടുക്കാനൊക്കെയുള്ള നീളം വേണമല്ലോ. ഇതിനെല്ലാം പുറകു വശത്തേക്ക് നീണ്ടു നിൽക്കുന്നത് കൃത്യമായി വന്നെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു പിന്നുന്ന പ്രതീതിയും ഒരു ഭംഗിയും എല്ലാം വന്നെങ്കിൽ നമുക്ക് തണ്ടും ഒരേപോലെ പുറകു വശത്തേക്ക് നീണ്ടു നിൽക്കണം. ഇനിയിപ്പം നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഉറപ്പായിട്ടും പഠിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മോൻ വന്ന് പറഞ്ഞു ഇതെനിക്കും ഒന്ന് പഠിക്കണമെന്ന്. 2 പ്രാവശ്യം ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. കൊച്ചതേ അപ്പം തന്നെ പെട്ടെന്ന് തന്നെ അത് പൂമാലേനെ കെട്ടി കാണിച്ചു തന്നു. അത് മുഴുവൻ കെട്ടാതെ തന്നെ കാണിച്ചു തന്നു. അതാ ഞാൻ പറഞ്ഞ തുടക്കം പഠിച്ചാൽ നമുക്ക് അതുപോലെ തന്നെ അങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ. കൂട്ടുകാരാരെങ്കിലും ഈ പൂമാല കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അമ്മയോടോ അടുത്തുള്ള അമ്മൂമ്മമാരോടൊക്കെ ഒന്ന് ചോദിക്കണം, ഇങ്ങനെ പൂമാല നിങ്ങൾ കിട്ടുമായിരുന്നോ എന്ന്. എങ്കിലൊന്ന് അതും അറിയിക്കാൻ മറക്കരുതേ. പിന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യണം. അതുകൂടാതെ ചെടിപ്രേമികളായ കൂട്ടുകാർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു തലമുറ നമ്മുടെ ഈ കനകാമ്പരമാലയൊക്കെ ഒന്ന് ചൂടട്ടെ. ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ചൂടി നടക്കുമായിരുന്നു. ഇപ്പോഴതൊക്കെ മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി വീണ്ടും വീണ്ടും ഈ കനകാമ്പരമൊക്കെ സമൃദ്ധമായ ആളുകൾ വളർത്തട്ടെ. സാധാരണയായി 3 കളറുള്ള കനകാമ്പരം അന്നുണ്ടായിരുന്നു എൻ്റെയൊക്കെ ചെറിയ കാലഘട്ടത്തിൽ. അതായത് ഒരു വെള്ളയും വയലറ്റും, പിന്നെ ഈ വയലറ്റും വെള്ളയും കൂടി ഇടകലർന്നത്. ആ പൂമാല ഇപ്പോൾ ഒരിടത്തും കാണാനില്ല. ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു. ഈ പൂമാല കിട്ടുന്നതിന് മുമ്പായിട്ട് ഇത് കണ്ട വീട്ടിൽ തന്നെ ഞാൻ ചെന്ന് അന്വേഷിച്ചു ആ കൂട്ടുകാരിയോട്. ഇപ്പോൾ ഒരിടത്തും അത് കാണാനില്ലെന്നാണ് പറഞ്ഞത്. ആരെങ്കിലും അങ്ങനെയൊരു
കനകാമ്പരത്തിൻ്റെ പൂ കണ്ടാൽ ഒന്ന് അറിയിക്കണം കേട്ടോ. ഒരു ഫോട്ടോയും ഒന്ന് അയച്ചു തരണേ. കാരണം ഇങ്ങനെയുള്ള പൂക്കൾ ആൾക്കാർ കാണട്ടെ, അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. തന്നെയുമല്ല, ഇത്തരം പൂക്കളെക്കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കട്ടെ, ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്ന് മനസ്സിലാക്കട്ടെ. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് പൂമാല കെട്ടാൻ ശ്രമിക്കണം. ഒരു പ്രാവശ്യം കണ്ട് കെട്ടാൻ പറ്റില്ലെങ്കിൽ ഒന്ന് അഴിച്ചു നോക്കിയിട്ട് വീണ്ടും വീണ്ടും 2-3 പ്രാവശ്യം കെട്ടിക്ക്. ഉറപ്പായിട്ടും ഇത് പഠിച്ചെടുക്കും. കാരണം ആദ്യത്തെ ചുവടങ്ങ് പഠിച്ചെടുത്താൽ മതി. അതുകൊണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഒരു വശം അതിൻ്റെ 3 ഭാഗങ്ങളും, അതായത് മുൻപോട്ട് നീണ്ടു നിൽക്കുന്ന ഇതളും ബാക്കി വശത്തേക്ക് നീണ്ടു നിൽക്കുന്ന തമ്പും നടുഭാഗത്ത് പിന്നിയതൊക്കെ എത്രയോ മനോഹരമാണെന്ന് നോക്കിക്കേ. ഇതുപോലെ ഭംഗിയുള്ള മാലകൾ നിങ്ങൾ കെട്ടാനും ശ്രമിക്കണം കേട്ടോ. കനകാമ്പരം നട്ടുപിടിപ്പിക്കുകയും ചെയ്യണം. നമുക്ക് നൂലില്ലാതെ തന്നെ നമുക്ക് കെട്ടാനെടുക്കാം. ഒരു നീളത്തിലുള്ള പൂ എടുത്തു ചേർത്ത് വെച്ചു. ഇതുപോലെ തന്നെ വെച്ചതിന് ശേഷം ഈ 2 തണ്ടുകൾ ഇത് കെട്ടിടുകയാണ്. നമ്മുടെ തലയിടാനുള്ള പൂമാല ഇതിനൊരു സൈഡും ചേർത്തങ്ങ് തലയിൽ കുത്തിയാൽ മതി.